നമസ്കാരം. ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്ന് കൃത്യമായി VD സതീശൻ പറയുന്നതിന് കാരണം അദ്ദേഹം കൃത്യമായ ചില പ്ലാനുകൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ പ്ലാൻ പ്രകാരം കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ജില്ലകൾ എന്ന് പറയുന്നത് ഒന്ന് മലപ്പുറമാണ്. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളാണുള്ളത്. ഈ 16 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF വൻ ഭൂരിപക്ഷത്തിനാണ് മുന്നിലുണ്ടായിരുന്നത്. അതിൽ പൊന്നാനി മാത്രമാണ് ചെറിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് എറണാകുളം. കേരളത്തിലെ 14 നിയോജക മണ്ഡലമുള്ള 2 ജില്ലകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് തിരുവനന്തപുരവും ഒന്ന് എറണാകുളവും. എറണാകുളം പൊതുവെ UDFന് ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14-ൽ 9 സീറ്റും UDF വിജയിച്ചിരുന്നു. മലപ്പുറത്താകട്ടെ ഇതേപോലെ 5 സീറ്റ് നഷ്ടപ്പെട്ട് 11 സീറ്റുകളിലാണ് UDF വിജയിച്ചിട്ടുള്ളത്. എറണാകുളത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 14-ൽ 14 സീറ്റും വിജയിച്ചിട്ടുള്ളത്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നപ്പോൾ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ വോട്ട് തിരിച്ചപ്പോൾ 14-14 വിജയിച്ചിട്ടുള്ളത് UDF ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ മാത്രമാണ് ഒരു അധിക ഭൂരിപക്ഷം ഇല്ലാതെ പോയത്. മൂന്നാമത്തെ ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് ഇത്തവണ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥലങ്ങളിൽ ആണ് UDF പിന്നിലായിട്ടുള്ള. ബാക്കിയെല്ലാം തന്നെ UDF വൻ വിജയം നേടി എന്നുള്ളതാണ് സത്യം. 13 നിയോജക മണ്ഡലമുള്ള കോഴിക്കോട് ജില്ലയിൽ 10 സ്ഥലത്തും UDF ആണ് വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 13 സീറ്റിൽ 11 സീറ്റും LDF ആണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് 13-ൽ 13 സീറ്റും നേടുന്നത്. ഈ VD സതീശൻ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുള്ള 3 ജില്ലകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് കോഴിക്കോടാണ്, ഒന്ന് എറണാകുളമാണ്, ഒന്ന് അതേപോലെ മലപ്പുറമാണ്. മലപ്പുറവും എറണാകുളവും നേരത്തെ തന്നെ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ അതിൻ്റെതായ അടിത്തട്ടിലുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായി നടന്നാൽ മതി. ഇതിനുവേണ്ടി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയം മുതൽ തന്നെ VD സതീശൻ കൃത്യമായി അടിത്തട്ടിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രൂപത്തിൽ വോട്ട് പിടിക്കണം, എങ്ങനെയൊക്കെയാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടക്കേണ്ടതെന്ന് കൃത്യമായ പഠനങ്ങൾ നടത്തിയിരുന്നു. അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുകയും കേരളത്തിൽ ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം വെറുക്കുന്നത് പിണറായി വിജയനെയാണ്, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് ഈ 3 ജില്ലകളിലും. ആ 3 ജില്ലകളും കൃത്യമായിട്ട് ഭരണവിരുദ്ധ വികാരം ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ശബരിമല വിവാദവും ശക്തമാക്കാനാണ് VD സതീശൻ പ്ലാൻ ചെയ്തത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരണം ഈ 3 ജില്ലകളിലും കൃത്യമായി നടക്കുന്നത് VD സതീശൻ മനസ്സിലാക്കിയിരുന്നു. മലപ്പുറത്ത് വെള്ളപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന കൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഒന്നിച്ചു. കോഴിക്കോടും ഇതേപോലെ തന്നെയാണ് നടന്നത്. ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഒന്നിച്ചു. ഏറ്റവും കൂടുതൽ മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും മുസ്ലിങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലമാണ് കോഴിക്കോട്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നിച്ച് UDFനോടൊപ്പം എത്തി. അതായത് 14 നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ എറണാകുളത്ത് കോതമംഗലവും കുന്നത്തുനാടും കളമശ്ശേരിയും ആണ് പ്രധാനമായിട്ട് LDFനോടൊപ്പം പോയ 3 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിൽ കോതമംഗലം, മൂവാറ്റുപുഴ, കുന്നത്തുനാട്, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, പറവൂര്, കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചി LDFനോടൊപ്പം നിന്ന സ്ഥലമാണ്. കൊച്ചി, അതേപോലെ എറണാകുളം, അതേപോലെ വൈപ്പിൻ LDFനോടൊപ്പം ഉണ്ണികൃഷ്ണനാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ തൃപ്പൂണിത്തുറ തുടങ്ങിയ പിറവം തുടങ്ങിയ മണ്ഡലങ്ങളാണ് എറണാകുളത്തുള്ളത്. കോഴിക്കോടാകട്ടെ കോഴിക്കോട് സൗത്ത്, നോർത്ത്, ബേപ്പൂര്, അതേപോലെ എലത്തൂര്, കൊയിലാണ്ടി, ബാലുശ്ശേരി, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആണ് കഴിഞ്ഞ തവണ UDF ജയിച്ചിട്ടുള്ളത്, രമ ജയിച്ചിട്ടുള്ളത്. അതേപോലെ കൊന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി തുടങ്ങിയ മണ്ഡലങ്ങളാണ് കോഴിക്കോടുള്ളത്. ഇതിൽ കൊടുവള്ളിയും അതേപോലെ വടകരയും മാത്രമാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ 13 സ്ഥലത്തും UDF ആണ് മുന്നേറിയിട്ടുള്ളത്.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ 13-ൽ 10 സീറ്റിൽ UDF ആണ് മുന്നേറിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിലും അതേപോലെ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മാത്രം മറ്റ് മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ UDF വൻ വിജയം നേടി എന്നുള്ളതാണ് സത്യം. കോഴിക്കോട് ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നത് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ്. നമുക്കറിയാം, മുഹമ്മദ് റിയാസിൻ്റെ സ്ഥലമാണ് കോഴിക്കോട് ബേപ്പൂര്. അവിടെ ബേപ്പൂരിൽ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ PV അൻവറാണ്. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം നോക്കുകയാണെങ്കിൽ 20,000 വോട്ടിന് മേലെ അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ സച്ചിൻ ദേവ് ജയിച്ച ബാലുശ്ശേരി എല്ലാ കാലത്തും LDFനൊപ്പം നിന്ന സ്ഥലമാണ്. എന്നാൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് പിന്നിലായത് എന്ന് പറയുന്നത് എലത്തൂരും കോഴിക്കോട് സൗത്തും ബേപ്പൂരുമാണ്. ബേപ്പൂരിൽ ചുരുങ്ങിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് LDFനുള്ളത്. ഈ 3 സ്ഥലങ്ങളിലും വൻ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള സർവേ റിപ്പോർട്ട് മാത്രമല്ല, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് തന്നെ കൃത്യമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. എന്തായാലും വരുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ VD സതീശൻ പൊതുയുഗ യാത്ര പോയപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ജനപ്രവാഹമാണ് കോഴിക്കോട് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. KT ജലീൽ ഫൈറ്റ് ചെയ്ത സമയത്താണ് അബ്ദുറഹിമാനും KT ജലീലും എല്ലാം അവിടെ ഇലക്ഷൻ സീറ്റ് കഴിഞ്ഞ തവണ നേടിയെടുത്ത പൊന്നാനിയും അങ്ങനെ അടക്കമുള്ള പൊന്നാനിയും തവന്നൂരും അതേപോലെ താനൂരുമെല്ലാം അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ അവിടെയെല്ലാം വലിയ തിരിച്ചടികളാണ് കാത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഈ 16 മണ്ഡലങ്ങളിൽ 16 UDFന് വൻ ഭൂരിപക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ നമുക്കറിയാം, അവിടുത്തെ ഏറ്റവും അധികം ഭൂരിപക്ഷം കുറഞ്ഞ സ്ഥലം തൃപ്പൂണിത്തുറയാണെങ്കിൽ അവിടെ മാത്രമാണ് ചെറിയൊരു പിശക്. അതിനുള്ള പ്രത്യേക പ്ലാനിങ്ങും പ്രവർത്തനവുമാണ്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനമാണ് ഇപ്പോൾ UDF നടത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇത്തവണ നമ്മുടെ സ്വരാജ് മത്സരിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ KN ഉണ്ണികൃഷ്ണനെ നിർത്തിയത് തന്നെ അപകടമാണ് എന്ന് അവിടുത്തെ CPM പ്രവർത്തകർ പറയുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം നേരത്തെ ഷൈനുമായിട്ടുള്ള ഒരു വിവാദത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വിവാദം കാരണമാണ് വൈപ്പിനിൽ നിൽക്കണ്ട എന്ന് അവിടുത്തെ CPMകാർ ആക്ഷേപിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അവിടുന്ന് മാറ്റി അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയിൽ കൊണ്ടിടുന്നത്. എന്നാൽ തൃപ്പൂണിത്തുറയിലെ CPMകാർ പറയുന്നത് ഞങ്ങൾക്ക് KN ഉണ്ണികൃഷ്ണനെ വേണ്ട, അങ്ങനെ ഒരു ആരോപണ വിധേയനായ ആളെ ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ട് വിജയിപ്പിക്കുമെന്നും കരുതണ്ട എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 3 ജില്ലകളിൽ കൂടി 43 സീറ്റുകളാണുള്ളത്. പിന്നെ ബാക്കി ആപ്പാടെ UDFന് നേടാൻ വേണ്ടത് ഭൂരിപക്ഷത്തിന് വേണ്ട 28 സീറ്റ് മാത്രമാണ് എന്ന് ഓർക്കുക. അതായത് 28 സീറ്റ് മാത്രം, 71 സീറ്റിലേക്ക് 28 സീറ്റ് മാത്രമാണ് UDFന് വേണ്ടത്. ആ 28 സീറ്റുകളിൽ പത്തനംതിട്ടയിൽ 5 സീറ്റും ഇടുക്കിയിൽ 5 സീറ്റും കോട്ടയത്ത് 9 സീറ്റിൽ 8 സീറ്റും അതേപോലെ വയനാട്ടിലെ 3 സീറ്റും ഉറപ്പായിട്ടും UDFന് കൂടെ കിട്ടുമെന്നുള്ളതാണ്. വയനാട്ടിൽ മാനന്തവാടിയിലാണ് കേളുവേട്ടൻ ജയിച്ചിട്ടുള്ളത്. കേളു ചിലപ്പോൾ അട്ടിമറി വിജയം നേടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ വൻ ഭൂരിപക്ഷമാണ് UDFനുള്ളത്. സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും വൻ ഭൂരിപക്ഷമാണുള്ളത്. ഈ സാഹചര്യത്തിൽ തീർച്ചയായും വയനാട്ടിലെ 3 സീറ്റുകളും വളരെ ശക്തമായി തന്നെ വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റ് സർവേ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പത്തനംതിട്ടയിലും അതേപോലെ കോട്ടയത്ത് ആപ്പാടെ കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമാണ് ഒരു തടസ്സമായി നിൽക്കുന്നത്. അതേപോലെ ഇടുക്കിയിൽ 5 സീറ്റിൽ 5ഉം UDF ജയിക്കുമെന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. എങ്ങനെ പോയാലും ഇവിടെയുള്ള 22 സീറ്റിൽ 20 സീറ്റും UDF ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 43ഉം 20ഉം കൂട്ടുമ്പോൾ തന്നെ 63 സീറ്റുകളായി പിന്നെ 7 സീറ്റുകളെ വേണ്ടുള്ളൂ. UDF ഇത്തവണ 100% 100 സീറ്റോടുകൂടി വിജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം VD സതീശൻ നടത്തിയ നേരത്തെ പ്ലാനും പ്രവർത്തനം നടത്തി, പ്രവർത്തനം അടിത്തട്ടിൽ നടത്തി, ഓരോ ബൂത്ത് തലത്തിലും പ്രവർത്തനം പൂർത്തിയാക്കി നിൽക്കുകയാണ് ഈ ജില്ലകളിലെ 7 ജില്ലകളിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കണ്ണൂർ, കാസർഗോഡ് ആയാലും അതേപോലെ തിരുവനന്തപുരം, കൊല്ലമായാലും പാലക്കാട്, തൃശ്ശൂരായാലും അതേപോലെ ആലപ്പുഴ, ആലപ്പുഴയായാലും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പകുതി സീറ്റുകൾ പോലും കിട്ടിയാൽ തന്നെ പിന്നെ UDFന് 100 സീറ്റ് തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ സീറ്റുകളിൽ നിന്ന് തന്നെ UDF വൻ വിജയം നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ 63 സീറ്റ് ഈ പറയുന്ന കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലയായിരിക്കും UDFനെ ഏറ്റവും അധികാരത്തിലെത്തിക്കാൻ സഹായിക്കുന്നത് എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്.